ഇന്ന് ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോകും കേട്ടോ. ലുലു മാളിലേക്കാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു. അപ്പം തിരക്കൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഒരു 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഉച്ചയ്ക്കേ ഇറങ്ങി. ഉച്ചയ്ക്കാണെങ്കിൽ തിരക്ക് കുറവായതുകൊണ്ട്. ഇപ്പോൾ റമദാനൊക്കെ സീസൺ ആയതുകൊണ്ട് ഓഫറൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. ആക്ച്വലി ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടായിരുന്നു ലുലു മാൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓരോ സെക്ഷനിലും റമദാൻ്റെ ആ ഒരു ഷോപ്പിംഗ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ. അവിടെ ലക്കി ഡ്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ ആദ്യമേ പോയത് ലേഡീസിൻ്റെ സെക്ഷനിലേക്കാണ്. ഒരു നെയിൽ പോളിഷ് എടുക്കണമായിരുന്നു. ശ്രീകുട്ടി ചേച്ചി നാട്ടിൽ പോവുകയാണേ. അപ്പം നാട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ശ്രീകുട്ടി ചേച്ചിക്ക് ചില്ലറ ഇങ്ങനത്തെ കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ആദ്യമേ പോയത് അങ്ങോട്ടേക്കാണ്. പല ബ്രാൻഡ്സിൻ്റെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടി ചേച്ചി ഒരു ഫൗണ്ടേഷൻ എടുത്തു, പിന്നെ ഒരു നെയിൽ പോളിഷ് എടുത്തു, കാജൽ എടുത്തു, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ശ്രീകുട്ടി ചേച്ചി എടുത്തു. ഞാനൊന്നും എടുത്തില്ല, ബിക്കോസ് ഞാനിപ്പോഴേ നാട്ടിൽ പോകുന്നില്ല. അത് തന്നെയല്ല എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ഒരു ഷൂവിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. സ്കെച്ചേഴ്സിൻ്റെ ഷൂസിന് അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 369 റിയാലിൻ്റെ സാധനം 169 അങ്ങനെ ഓഫർ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് നേരമൊക്കെ നോക്കി എനിക്കിഷ്ടപ്പെട്ട ഒരു ഷൂ ഞാൻ എടുത്തു. ഈ ഫസ്റ്റ് ഇരിക്കുന്ന ഷൂ എനിക്കിഷ്ടപ്പെട്ടത്. കാരണം എനിക്ക് ലേസുള്ള ഷൂ ഇഷ്ടമല്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ ലേസ് എപ്പോഴും അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എനിക്കത് കറക്റ്റായിട്ട് കെട്ടാൻ ഞാൻ എതിരായിട്ടും പഠിച്ചിട്ടില്ല. എത്ര കെട്ടിയാലും കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പം എനിക്ക് അങ്ങനത്തെ ഷൂ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ നോക്കിയിട്ടേ വാങ്ങത്തുള്ളൂ, ഈ ഒരു ടൈപ്പ്. എനിവേ ഈ ഷൂ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു കേട്ടോ. അവിടെ ചെന്ന് ഇട്ടൊക്കെ നോക്കിയപ്പോൾ കാലിന് കറക്റ്റ് പാകമാണ്. 9 സൈസ്, 8.5 സൈസ് ആയിരുന്നു ആക്ച്വലി എനിക്ക്. പക്ഷേ ആ സൈസ് അവിടെ അവൈലബിൾ അല്ല. പിന്നെ ഞാൻ 9 വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയാം. ഓഫറല്ലേ, അതുകൊണ്ട് എല്ലാ സൈസും കാണത്തില്ല അവിടെ. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്താണ്. എനിക്കിങ്ങനെ ഈ ഫ്രോസൺ ചെയ്ത നഗറ്റ്സ് അതൊരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എയർ ഫ്രയറിനകത്ത് വെച്ച് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ്. സെപ്പറേറ്റ് പൊരിക്കൊന്നും വേണ്ടല്ലോ. പിന്നെ സാൽമൺ ഫിഷ് അവിടെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ എൻ്റെ ലുലു മാളിൽ ചെല്ലുമ്പോൾ ഉള്ള ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. അവിടെ സ്നാക്സ് വിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് ഞാൻ ആക്ച്വലി 2 പരിപ്പുവട എടുത്തു. എൻ്റെ ഫേവറേറ്റ് സ്നാക്സാണ് പരിപ്പുവട. അപ്പം ഞാൻ 2 പരിപ്പുവട എടുത്തായിരുന്നു. പിന്നെ കട്ട്ലേറ്റ് എടുത്തായിരുന്നു. ശ്രീകുട്ടി ചേച്ചിയും പരിപ്പുവടയും കട്ട്ലേറ്റോ, പിന്നെ ബോണ്ട, എന്താ മസാല ബോണ്ടയാണെന്ന് തോന്നുന്നു. അല്ലല്ല, പയർ ഫില്ല് ചെയ്തൊരു ബോണ്ട, അതാണ് എടുത്തത്. പിന്നെ അവിടെ ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ചിക്കൻ തന്നെ പല ഡിഷസ്, ചിക്കൻ്റെ തന്നെ സെപ്പറേറ്റ് പല ഡിഷസ് ഇരിപ്പുണ്ട്. പിന്നെ ബിരിയാണി കിട്ടും. അങ്ങനെ വെറൈറ്റി ഫുഡ്സ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ലഡു ഒക്കെ ഇരിക്കുന്നതുണ്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെ ലഡു പോലെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു വട്ടം ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആ മഞ്ഞ ലഡുവിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ, ആ ടേസ്റ്റ് കിട്ടത്തില്ല എന്തായാലും. പിന്നെ പേസ്ട്രിയുടെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ കുറേ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയത് പിന്നെ അവിടെ ഈ ബേക്കിംഗ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ബേക്ക് ചെയ്ത കേട്ടോ. അവിടെ നിന്ന് എനിക്ക് അവിടെ ഒരു ബണ്ണ് കണ്ടോ, അവിടെ ബേക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ബണ്ണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്വീറ്റ് ബണ്ണ്. അതിന് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പുതുതായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണ് അൽവഫ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ നല്ല ഓഫറുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഷോപ്പിംഗ് മാളാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പം 1 മന്ത് പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ ചുമ്മാതെ അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഫ്രൂട്ട്സ് എടുത്ത് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അവിടെ നിന്ന് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത്. അത്യാവശ്യം നല്ല വലിയ ഹൈപ്പർ മാളാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തായിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ കിടപ്പുണ്ട്. ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഷൂ ഉണ്ടായിരുന്നു. ഈ ലുലു മാളിലുള്ള പോലത്തെ സാധനങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പിന്നെ ആ സെക്ഷനിലേക്ക് ഞങ്ങൾ പോയില്ലെന്നേ ഉള്ളൂ. എന്നാലും ഒന്ന് ചെറുതായിട്ട് നടന്ന് കണ്ടു. ഇവിടുന്ന് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ സെക്ഷനിൽ ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തേക്കുന്നതാണ്. ലുലു മാളിൽ ചെല്ലുമ്പോൾ ഞാൻ മറ്റേ ഫ്രോസൺ ടപ്പിയൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അതെനിക്കിഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അങ്ങനെ ആ ഐറ്റം മാത്രമാണ് ഞാൻ ഫ്രോസൻ്റെ അവിടെ നിന്ന് എടുക്കാറുള്ളൂ.
പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. വൈകുന്നേരം ആവുന്നതിന് മുന്നേ തിരിച്ചു വന്നിട്ട് റോഡിനകത്ത് തിരക്കായി തുടങ്ങി. ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സമയമല്ലേ, അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് തിരിച്ച് ഹോസ്റ്റലിലെത്തണം.